ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, 32 തവണ ശബരിമലയിൽ പോയൊരു മനുഷ്യൻ, എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണനെ തൊഴാൻ പോകുന്ന ഒരു മനുഷ്യൻ നെഞ്ച് നിവർത്തി പറയുന്നു, എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഇതിവിടെ നടപ്പിലാക്കാൻ. ഞാന് നരേന്ദ്രമോദിയോടും അമിത്ഷാമാരോടും പറയുന്നു, നിങ്ങള് വർഗീയത പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ രാഘവേട്ടന്മാരെ കണ്ടിട്ടില്ല. പറയുന്നുണ്ട്, ഇതുപോലത്തെ ഏട്ടന്മാരുള്ളിടത്തോളം കാലം ഈ രാജ്യത്തെ കീറി മുറിക്കാൻ നിങ്ങൾ എന്ത് വിഭാഗീയ വിജ്ഞാപനങ്ങൾ കൊണ്ടുവന്നാലും സാധിക്കില്ലെന്ന് കോഴിക്കോടിന്റെ കടപ്പുറം ഇന്ത്യയോട് ഉറക്കെ വിളിച്ചു പറയുമ്പോ എന്താ അതിനേക്കാൾ വലിയൊരു പ്രസംഗം വേണ്ടത്? അതിനേക്കാൾ കൂടുതൽ എന്താ ഇവിടെ പറയേണ്ടത്? അതിനേക്കാൾ കൂടുതൽ ആരാ ഇവിടെ പറയേണ്ടത്? ഞാൻ പറയുന്നു, കോഴിക്കോട്ടുകാരുടെ പുണ്യമാണ് MK രാഘവൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നു, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ അസറ്റാണ് MK രാഘവൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നു, 15 വർഷം ഇടതടവുകളില്ലാതെ ഈ മണ്ണിലെ ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച തിരമാലകൾ കണക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും കയറി ഇറങ്ങിയിരുന്ന പ്രിയങ്കരനായ രാഘവേട്ടൻ, ആ രാഘവേട്ടൻ ഇവിടെ നിന്ന് പറയുന്ന വാക്കുകൾ, ഞാൻ പറയുന്നു, അതാണ് ഇന്ത്യ, അതാണ് ഈ രാജ്യം. അത് നരേന്ദ്രമോദിക്ക് മനസ്സിലാവില്ല, അത് അമിത്ഷാക്ക് മനസ്സിലാവില്ല, അത് പക്ഷെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ കൂടുതൽ ഒന്നും ഇവിടെ പറയാനില്ല. രാഘവേട്ടന്റെ പ്രസംഗത്തിൽ കൂടുതൽ ഒന്നും ഈ വിഷയത്തിൽ ഇവിടെ പറയാനില്ല. ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രശ്നമാണ്, ഇത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രശ്നമാണ്, ഇത് ഈ രാജ്യത്തിന്റെ സാഹോദര്യത്തിന്റെ പ്രശ്നമാണ്. അത് കാക്കാൻ വിശ്വാസിയായ ഹൈന്ദവനായ ഞാൻ മുന്നിൽ നടക്കുമെന്ന് പറയുന്ന ഈ നേതാവ് തന്നെയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ നാടിന് വേണ്ടി ശബ്ദിക്കേണ്ടത്. അത് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്.